മിഥില മിസ്സാണ്. മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥ സ്വഭാവം. ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്തു വീഡിയോയിലൂടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എൻ്റെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അത് മാത്രമല്ല, ഓണം എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ റെഡി ആണെങ്കിൽ ബുക്കും പേനയൊക്കെ എടുത്ത് മിസ്സിൻ്റെ ഒപ്പം സെറ്റ് ആയിട്ടിരുന്നോ, നമ്മൾ തുടങ്ങാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് പ്രസന്റ് ഇൻ എഥനോൾ മെഥനോൾ മിക്സ്ചർ. അതായത് മക്കളെ, എഥനോളിനെയും മെഥനോളിനെയും കലർത്തിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു മിശ്രിതമുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? എഥനോളിനെയും മെഥനോളിനെയും ഒക്കെ വേർതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എഥനോളും മെഥനോളും കലർന്ന മിശ്രിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും ബോയിലിംഗ് പോയിന്റ് എടുത്താൽ, തിളനില എടുത്താൽ അവിടെ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. വെരി സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ശരിയാണോ? BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല കേട്ടോ, ബോയിലിംഗ് പോയിന്റ് ആണ്. സോ നോക്കിക്കേ, എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും മിക്സർ എടുത്താൽ നമുക്ക് മനസ്സിലാവും എഥനോളിൻ്റെ ബോയിലിംഗ് പോയിന്റും മെഥനോളിൻ്റെ ബോയിലിംഗ് പോയിന്റും തമ്മിൽ വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ വേർതിരിക്കണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? വേഗം എൻ്റെ കുട്ടികൾ പറഞ്ഞേ. വെരി ഗുഡ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇവിടെ ഒരു ഐ കൂടുതലായില്ലേ, തൂത്ത് കളഞ്ഞേക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ഉപയോഗിക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാൾക്കാർ തമ്മിൽ വലിയ വ്യത്യാസമായിരുന്നെങ്കിലോ, ഈ രണ്ടാൾക്കാരുടെ തിളനില തമ്മിൽ വലിയ വ്യത്യാസമായിരുന്നെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? നോർമൽ, നമ്മുടെ സാധാ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും പ്രത്യേകത, രണ്ട് പേരുടെയും ബോയിലിംഗ് പോയിന്റ് തിളനില തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഇവർ മാത്രമല്ല, ഇതുപോലെ ഏത് ആൾക്കാരെ എടുത്താലും ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രൂഡ് ഓയിൽ അല്ലേ, ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് വേണ്ട പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതൊക്കെ എങ്ങനെയാ വേർതിരിച്ചെടുക്കുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം വഴിയാണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ പാർട്ടിക്കിൾ റിമൈൻ ക്ലോസ് ടു ഈച്ച് അതർ? മക്കളെ നോക്കിക്കേ, നമ്മൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നു എൻ്റെ കുട്ടികൾ പറഞ്ഞേ. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ. ദ്രാവകം, വാതകം. ഇനി ഖരാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാർട്ടിക്കിൾസ് ഒക്കെ ഇതാ ഇങ്ങനെ തിങ്ങി 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 നിറഞ്ഞിരിക്കുകയാണല്ലേ, അടുത്തടുത്തിരിക്കുകയാണ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയാലോ, പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ചും കൂടെ അകലം ഉണ്ടാവും അല്ലേ. സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഖരാവസ്ഥയിലേക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിന് കുറച്ചും കൂടെയൊക്കെ അകലമുണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, വാതക അവസ്ഥയിലേക്ക് പോയാലോ, ഒരാൾ തെക്കേ അറ്റത്താണെങ്കിൽ മറ്റേ ആള് വടക്കേ അറ്റത്തിരിക്കും അല്ലേ. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ് അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? പാർട്ടിക്കിൾസ് റിമൈൻ ക്ലോസ് ടു ഈച്ച് അതർ. തന്മാത്രകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നത് എവിടെയാ? എൻ്റെ കുട്ടികളൊന്ന് നോക്കിയിട്ട് പറഞ്ഞു എവിടെയാണ്? വെരി ഗുഡ്, നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിലാണ് അല്ലേ, ഖരാവസ്ഥയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിൾ. നോക്കിക്കേ, ഒരു സോളിഡ് ലിക്വിഡ് ആയാൽ, അതായത് ഒരു ഖരം ദ്രാവകമാകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ഒരു ഖരപദാർത്ഥം, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ ചൂടാക്കിയാൽ, അതിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ലിക്വിഡ് ആകും. ഈ പ്രോസസ്സിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? ഈ എൻ്റയർ കുറേ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എല്ലാ പ്രോസസ്സിൻ്റെയും പേര് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താ വിളിക്കുക മക്കളെ? യെസ്, ലിക്വിഫാക്ഷൻ അല്ലേ.
ലിക്വിഫാക്ഷൻ അഥവാ ദ്രവീകരണം എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ് ലിക്വിഡ് ആയാൽ ഗ്യാസിനെ എങ്ങനെ ലിക്വിഡ് ആക്കുക? ഒരു വാതകത്തെ എങ്ങനെ നമുക്ക് ദ്രാവകമാക്കാൻ പറ്റും? അതിനെ ഒന്ന് തണുപ്പിച്ചാൽ മതി അല്ലേ, ഒന്ന് കൂൾ ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കണം, വാതകത്തെ ദ്രാവകമാക്കണം. ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കണ്ടൻസേഷൻ അല്ലേ. കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ ചേഞ്ചസ് ടു സ്റ്റീം ഓൺ ബോയിലിംഗ്. വെള്ളത്തെ ചൂടാക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ചാൽ അയാൾ നേരെ നീരാവിയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് അല്ലേ. ഈ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, കുറേ കണികകളുണ്ട്. അപ്പം നമ്മളങ്ങനെ വെള്ളത്തെ തിളപ്പിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് നോക്കിക്കേ. എനർജി ഓഫ് പാർട്ടിക്കിൾ, ഈ പറഞ്ഞ കണികകളുടെ ഊർജ്ജത്തിന് എന്താ സംഭവിക്കുക? സോളിഡ് വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ആള് ഗേഷ്യസ് സ്റ്റേറ്റിൽ എത്തിയാൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അവരുടെ മൂവ്മെന്റ് കൂടി, ചലന സ്വാതന്ത്ര്യം കൂടി. അങ്ങനെ മൂവ്മെന്റ് കൂടിയാൽ എനർജിക്ക് എന്താ സംഭവിക്കുക? എനർജിയും കൂടും അല്ലേ, ഊർജവും കൂടും. അപ്പോൾ ഒരു ലിക്വിഡ് ഗ്യാസ് ആയാൽ, ഒരു ദ്രാവകം വാതകമായി മാറിയാൽ അവരുടെ എനർജി കൂടും. ശരിയല്ലേ, ഊർജം കൂടി 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 വരും. ഇനി അടുത്തത് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഈ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? അടുത്തടുത്തിരുന്നാൽ ഈസി ആയിട്ട് ആകർഷിക്കാൻ പറ്റും അല്ലേ. ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ കണികകളൊക്കെ ഇങ്ങനെ ദൂരത്താ, നമുക്കിങ്ങനെ ആകർഷിക്കാൻ പറ്റുമോ? അടുത്തടുത്താണോ? അല്ല. അപ്പോൾ ആകർഷണ ബലം, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു 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 വരും. സോ ഒരു ലിക്വിഡ് ആരായി മാറുന്നു? ഗ്യാസ് ആവുന്നു. ദ്രാവകം വാതകമാകുമ്പോൾ എനർജി കൂടും, ഊർജം കൂടുന്നു. അട്രാക്ഷൻ അഥവാ ആകർഷണ ബലം കുറയുന്നു. പിന്നെ കണികകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുക? അതും കൂടി 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 വരും. ഓക്കെ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് മെത്തേഡ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ബ്ലാക്ക് ഇങ്ക്? കറുത്ത മഷി. ഈ മഷിയിലുള്ള ഓരോ കണികകളെയും നമുക്ക് വേർതിരിക്കണം. നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? മക്കളെ, മഷി എന്ന് കേട്ടാൽ, ഇങ്ക് എന്ന് കേട്ടാൽ നിങ്ങൾ ഒരേ ഒരാളെ ഓർത്താൽ മതി, അത് ക്രൊമറ്റോഗ്രഫിയാണ് അല്ലേ. ക്രൊമറ്റോഗ്രഫിയാണ്. ഈ കറുത്ത മഷിയിലെ ഓരോ കളർ, പല പല കളേഴ്സ് ഉണ്ടാവും. ഈ ഓരോ കളറിനെയും വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്ന മെത്തേഡാണ് കേട്ടോ. സോ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ യോധ ബാച്ചിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എക്സാം ആകുമ്പോൾ റിവിഷൻ ക്ലാസ്സുകളും ഒരുപാട് എക്സാമുകളും ഒക്കെ ആയിട്ട് നമ്മൾ തകർത്ത് യോധ ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ യോധ ബാച്ചിലേക്ക് വരിക. നിങ്ങളെ അവിടെ ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. മക്കളെ, നമ്മൾ ആദ്യം തന്നെ ഡിസ്റ്റിലേഷൻ കണ്ടിരുന്നു അല്ലേ. ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനത്തെ പറ്റി പറഞ്ഞിരുന്നു. ഈ സ്വേദനം വഴി വേർതിരിക്കുന്ന രണ്ടാൾക്കാർക്ക് ഒരു എക്സാമ്പിൾ പറയണം. ഓക്കെ, ഡിസ്റ്റിലേഷൻ വഴി കമ്പോണൻസിനെ നമുക്ക് വേർതിരിക്കാം. ആരുടെ കമ്പോണൻസിനെ അല്ലെങ്കിൽ എങ്ങനെയുള്ള മിക്സ്ചറിനെ കമ്പോണൻസിനെ വേർതിരിക്കാം എന്നൊരു എക്സാമ്പിൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ മാക്സിമം കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് ഇന്നും കൂടെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.